വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് മല്ലിക. ഇന്നത്തെ റെസിപ്പി ഒരു ഉണ്ണിയപ്പാണ്. ഇത് ഞാൻ രാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ എത്ര നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി രാഗി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് രാഗി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. 1 കപ്പ് ശർക്കര എടുത്ത് അത് പാനിയാക്കിയതാണ്. അത് നന്നായി അഴുക്കൊക്കെ അരിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ നെയ്യ് വേണം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 കപ്പ് നാളികേരം ചെറുതായി അരിഞ്ഞു വെച്ചതാണിത്. കുതിർത്തി വെച്ച ഈ രാഗിയും ഈ ശർക്കര പാനിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രാഗി ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാതെ ഈ ശർക്കര പാനിയിൽ തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അരച്ച് വയ്ക്കാം. മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് ശർക്കര പാനി കൂട്ടി അരച്ചെടുത്തതാണിത്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നാളികേരം, നുറുക്കി വെച്ച നാളികേരം നെയ്യിലൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. സ്റ്റവ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൊടുക്കാം. നെയ്യ് മെൽറ്റായിട്ട് വരട്ടെ. നുറുക്കി വെച്ച നാളികേരം ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക്. നാളികേരം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാവിലേക്ക് ഒഴിക്കാം. മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 4 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ ശേഷം നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇപ്പോൾ ഇത് അരച്ചെടുത്തിരിക്കുന്നത് മുഴുവൻ ഈ ശർക്കര പാനിയിൽ. ഇത് 4 മണിക്കൂർ വയ്ക്കുമ്പോൾ ഈ മാവ് ഒന്നും കൂടി കുറുകും. അപ്പോൾ ഈ ശർക്കര പാനി നമുക്ക് അതിലൊഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. അടച്ചു വയ്ക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാവ് നോക്കാം. കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള ഈ ശർക്കരയും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 1 കപ്പാണ് ശർക്കര. 1 കപ്പ് ശർക്കരയുടെ പാനിയാണ്. വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാവട്ടെ. ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് മൂത്ത് വരട്ടെ. സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലോണം മാവ് പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം, പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടി കിടന്ന് മൂക്കട്ടെ. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഉണ്ണിയപ്പവും ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. താങ്ക്